കുട്ടികളെ, കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഒരു അഭിമുഖ സംഭാഷണമാണ്. പാടി വീട്ടാത്ത കടങ്ങൾ എന്നാണ്. ഗാനഗന്ധർവനായ യേശുദാസിനെ അനീഷ് നായർ എന്ന വ്യക്തി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് അത്. അതിലെ ചില സംഭാഷണ ശകലങ്ങളാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത്. യേശുദാസിന് വിശേഷണങ്ങൾ ആവശ്യമില്ല. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഗാനഗന്ധർവൻ തന്നെയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു വീണ ഒരു പാട്ടുകാരനാണ്. അത്ര മനോഹരമാണ് ആ ശബ്ദം. ഈ 85-ാം വയസ്സിലും ആണ് അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഒരു ജീനിയസ് ആണ്. നമ്മളെല്ലാവരും ആ ജീനിയസ് എന്ന വിശേഷണം എല്ലാവർക്കും കൊടുക്കാൻ പറ്റാറില്ല. അങ്ങനെ അപൂർവം ആളുകൾക്ക്, നമ്പ്യാർ പാടിയതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുള്ളതിൽ ലക്ഷണമുള്ളവർ എന്ന് പറഞ്ഞതുപോലെ അപൂർവം ആളുകൾക്ക് കിട്ടുന്ന ഒരു ബഹുമതിയാണ് യേശുദാസിൻ്റേത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗായകനാകുന്നതിന് മുൻപുള്ളൊരു കാലം, കലയുടെ വേരുകൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം യുവജനോത്സവ വേദികളിൽ ആദ്യമായിട്ട് കേരള സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിന് അദ്ദേഹത്തിന് 1ാം സമ്മാനം കിട്ടി എന്നാണ്. പഠിക്കാൻ അത്രയൊന്നും മിടുക്കനായിരുന്നില്ല എന്നാണ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് അദ്ദേഹം SSLC ജയിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അപ്പച്ചൻ ഒരു പാട്ടുകാരന ഭാഗവതരായിരുന്നു. കർണാടക സംഗീതമൊക്കെ പഠിച്ച അഗസ്റ്റിൻ ഭാഗവതർ ആയിരുന്നു. അപ്പച്ചന് ഈ മകനോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മകനെയും പാട്ട് പഠിപ്പിച്ചിരുന്നു, ശാസ്ത്രീയമായി തന്നെ. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ അക്കാലത്ത് കർണാടക സംഗീതത്തിൽ താല്പര്യം കാണിക്കുകയും മകനെ കൂടി അതിന് ഒപ്പം നിർത്തുകയും ചെയ്തു. ചെറുപ്പത്തിലെ അവന് ശിക്ഷണം നൽകുകയും അവനെ കലാവാസനകളെ വളർത്തുകയും ചെയ്ത അപ്പച്ചനാണ്. നാടക നടനായിരുന്നു, സംഗീതജ്ഞനും പാട്ടുകാരനുമായിരുന്നു യേശുദാസിനെ പോലെ തന്നെ. 82-ാം വയസ്സിൽ അദ്ദേഹം ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്നുണ്ട്. ആ സംഭവമൊക്കെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറുകയും യേശുദാസിൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന ചില കാഴ്ചകൾ. അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. യേശുദാസിൻ്റെ ശബ്ദം ആകാശവാണി ശബ്ദ പരിശോധനയിൽ പരാജയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. ആകാശവാണിയുടെ ശബ്ദ പരിശോധനയിൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ നഷ്ടപ്പെട്ടു എന്നാണ്. നമ്മൾ കേൾക്കുമ്പോൾ വളരെയധികം അത്ഭുതപ്പെട്ടു. ഇത്രയും മഹത്തായ, ഇത്രയും ശുദ്ധമായ, സുന്ദരമായ ശബ്ദം ആദ്യം അവഗണിക്കപ്പെട്ടിരുന്നു. പക്ഷെ മടിച്ചു മാറാതെ വീണ്ടും ആ കലയുടെ വഴിയിലേക്ക് തന്നെയാണ് അദ്ദേഹം നടന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വികൃതിയായിരുന്നതുകൊണ്ട് സ്കൂൾ മാറ്റേണ്ടി വന്നതായും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു പാട്ടുകാരനായത്, ആ പഴയ അനുഭവങ്ങളാണ് ഈ ലേഖനത്തിൽ വിവരിക്കുന്നത്. അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ? അതൊരു യാത്രയാണ്. കലയിലെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര എന്നാണ്. അണിയറ സ്റ്റേജിന് പുറകിലുള്ള സ്ഥലമാണ് അണിയറ. അവിടെ നിന്ന് സ്റ്റേജിലേക്കുള്ള ദൂരം ചെറുതാണോ? ചെറുതാണല്ലേ. മേക്കപ്പ് റൂമിൽ നിന്ന് രംഗത്തേക്ക് കയറി വരാൻ എത്ര വഴി വേണം, എത്ര ദൂരം വേണം? ഒട്ടും വേണ്ട. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്ന അണിയറയും ഈ അരങ്ങും വേറെയാണ്. അത് ബിംബമാണ്. അത് വെറുതെ പറയുന്ന ഒരു അണിയറയല്ല, ജീവിതത്തിൻ്റെ അണിയറയിൽ നിന്നാണ്. ജീവിതമാകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന്, ജീവിത കാഴ്ചകളിൽ നിന്ന്, നിത്യജീവിതത്തിൽ നിന്ന് കലയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്നാണ്. ഒരു സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന് സ്റ്റേജിലേക്ക് കയറുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു കലാകാരൻ അയാളുടെ ജീവിത വഴികളിലൂടെ, ദുർഘടമായ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് കലയുടെ നെറുകയിലേക്ക് നടക്കുന്നത് എളുപ്പമല്ല. അതൊരു ദീർഘമായ യാത്രയാണ്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്രയാണ്. അയാളുടെ ജീവിതയാത്ര കലയെ അരങ്ങിലെത്തിക്കുന്നു. അയാളുടെ ജീവിതം അണിയറയിലൂടെ നീങ്ങുന്ന ജീവിതം, ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും ആകുന്ന അണിയറകളിലൂടെ നീങ്ങുന്ന ജീവിതം കലയുടെ മിന്നി വെളിച്ചത്തിലേക്ക്, വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നത് ആ കലാകാരൻ്റെ കഠിനാധ്വാനം മൂലമാണ്. അതൊരു ചെറിയ യാത്രയല്ല, ദീർഘമായ ഉപാസനയുടെയും ശ്രമങ്ങളുടെയും പരിണത ഫലമാണത് എന്നാണ്. നമുക്കൊന്ന് നോക്കാം. പാടി വീട്ടാത്ത കടങ്ങൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത്. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ ജാതിമതഭ്രാന്തിനെതിരെ പോരാടിയ ആചാര്യനാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് മന്ത്രിച്ച മഹായോഗിയാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ഏതാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം, ജാതിയുടെ പേരിലുള്ള ഉയർന്ന ജാതിക്കാരൻ, താഴ്ന്ന ജാതിക്കാരൻ എന്നുള്ള തരംതിരിവ്, മതദ്വേഷം, വെറുപ്പ്, മതത്തിൻ്റെ പേരിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം
ഓരോ മതത്തിൻ്റെ പേരിലുണ്ടാകുന്ന തമ്മിൽ തല്ലുകൾ, ഇതൊന്നുമില്ലാതെ എല്ലാവരും സോദരത്വേന സോദരരെ പോലെ സഹോദരങ്ങളെ പോലെ ഒരമ്മയുടെ മക്കളെ പോലെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്, എല്ലാവർക്കും മാതൃകയാകേണ്ടുന്ന ഒരു സ്ഥലമാണ് എന്നാണ്. ആ 4 വരികളാണ് അദ്ദേഹം ആദ്യം പാടിയത്. ഈ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി അല്ലേ. അദ്ദേഹം ശബരിമലയിൽ പോകുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ജാതിക്കോ മതത്തിനോ സ്ഥാനം അധികം നൽകാതെ ആ ജീവിതത്തിൽ തൻ്റെ ദർശനമായി അദ്ദേഹം അതിൽ മാറ്റുന്നുണ്ട്. രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് KS ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾ എന്നാണ് സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് MB ശ്രീനിവാസനാണ്. അപ്പം അദ്ദേഹം ആദ്യം പാടിയ ചിത്രം കാൽപ്പാടുകൾ ആണ്. ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് രാമൻ നമ്പിയത്ത് ആണ്. അത് സംവിധാനം ചെയ്തത് KS ആൻ്റണിയാണ്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ പുതുയുഗപ്പിറവി അല്ലേ. യേശുദാസ് അന്ന് കേട്ട പേരാണ്, ഇപ്പോഴും കേൾക്കുന്ന പേരാണ്. എത്രയോ വർഷങ്ങൾ, എത്രയോ പതിറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ടാവാൻ പോകുന്നു. ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിരക്കിലാണ് യേശുദാസ്. പകരക്കാരനില്ല, സത്യമാണത്. പകരം വേറൊരു പേര്. യേശുദാസിനെ തുടർന്ന് എത്രയോ പാട്ടുകാർ വന്നു. യേശുദാസിന് മുൻപുണ്ടായിരുന്നു, യേശുദാസിന് ശേഷവും ഇപ്പോൾ പുതിയ തലമുറയിലുണ്ട്. പക്ഷേ ദാസേട്ടൻ, ഗാനഗന്ധർവൻ, ആ ഒരു വഴിയിലേക്കെത്താൻ, ആ ഒരു നക്ഷത്ര വഴിയിലേക്കെത്താൻ ആളുകൾക്ക് പറ്റുന്നില്ല. അവിടെ ഒരു യേശുദാസ് മാത്രമേ നമുക്കുള്ളൂ. ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ ഒരു അഭിമുഖമാണ് ഇത്, ഒരു ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു എന്നാണ് അല്ലേ. ആദ്യമായിട്ടൊരു പാട്ട് പാടി അത് സിനിമയിലൂടെ കേട്ടപ്പോൾ എന്തായിരുന്നു അനുഭവം? അദ്ദേഹം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞ സംഗീത സംവിധായകനായ MB ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ച് തന്നു. ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണേ എന്ന ഗാനം ശാന്ത P നായർക്കൊപ്പം പാടിയത്. പക്ഷേ ആ സിനിമ ഇറങ്ങാൻ 1 വർഷത്തോളം വൈകി. കാൽപ്പാടുകൾ എന്ന സിനിമ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇതിനിടെ വേലുത്തമ്പി ദളവയിൽ പാടാൻ അവസരം കിട്ടി. എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അഭയദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത്. എൻ്റെ അപ്പച്ചൻ എന്നുള്ള ഒരു വൈകാരികമായ വിളി ഇതിനകത്ത് ഈ ഇൻ്റർവ്യൂവിൽ പല ഭാഗത്തും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പച്ചനും നാടക നടനായിരുന്നു, അതോടൊപ്പം പാട്ടുകാരനായിരുന്നു. അപ്പച്ചനാണ് ഈ മകനെ പാട്ട് പഠിപ്പിച്ചതും അതിലേക്ക് പ്രോത്സാഹനം നൽകി സിനിമയിലേക്കുള്ള വഴി തുറന്നതും. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീറെക്കോർഡിംഗ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത്. കാൽപ്പാടുകൾക്ക് മുമ്പേ തിയേറ്ററുകളിലെത്തിയത് വേലുത്തമ്പി ദളവയായതിനാൽ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ്ങാണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത്. ആദ്യം പാടിയ പാട്ട് തിയേറ്ററിലെത്താൻ വൈകിപ്പോയി. അതുകൊണ്ട് വേലുത്തമ്പി ദളവയിലെ പാട്ടാണ് ആദ്യത്തെ പാട്ടായി ആളുകൾ കേട്ടത്. ആദ്യം പാടിയത് ആ പാട്ട് തന്നെയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ തന്നെയാണെങ്കിലും ആളുകൾക്ക് മുൻപിൽ പ്രസിദ്ധമായത് ഈ വരികളാണ്. പക്ഷെ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. കണ്ടോ, ആ ചോദ്യത്തിന് അദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ലേഖകൻ ചോദിച്ചത് എന്താണ്? ഇൻ്റർവ്യൂ നടത്തിയ ആൾ ആദ്യം പാടിയ പാട്ട് കേട്ടപ്പോഴുള്ള അനുഭവം എന്താണ്? ആ പാട്ട് കേൾക്കാൻ പറ്റിയില്ല. ആ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സംഗീത സംവിധായകൻ അപ്പോൾ തന്നെ ഒന്ന് കേൾപ്പിച്ചു എന്നല്ലാതെ ഒരു തിയേറ്ററിൽ പോയിരുന്ന ആ പാട്ട് കേൾക്കാൻ ഉള്ളൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇപ്പോൾ ആ പാട്ട് എവിടെയെങ്കിലും ഉണ്ടോ അതിൻ്റെ റെക്കോർഡിംഗ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അപ്പോൾ ആദ്യം പാടിയത് കേൾക്കാൻ സാധിച്ചില്ല, തിയേറ്ററിൽ ഇരുന്ന് കേൾക്കാൻ സാധിച്ചില്ല എന്നാണ്. തുടക്കകാലത്ത് നിലനിൽപ്പ് ഒരു പ്രശ്നമായിരുന്നു എന്നാണ്. സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമൊക്കെയായിരുന്നു പഠനം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അഭിമാനിയായിരുന്നു അപ്പച്ചൻ അല്ലേ. അപ്പച്ചൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മകനെ പാടിക്കും. പക്ഷേ അപ്പച്ചൻ അതിന് തുനിഞ്ഞില്ല. മകൻ സ്വന്തം കഴിവുകൊണ്ട് കയറി വരട്ടെ എന്ന് ആഗ്രഹിച്ചു എന്നാണ്. ഇന്നൊന്നും അങ്ങനെയല്ലല്ലോ അല്ലേ. അച്ഛനോ ആരെങ്കിലുമൊക്കെ സിനിമയിലോ രാഷ്ട്രീയത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ഈസി ആയിട്ട് കയറി വരും. സാധാരണക്കാരായ ആളുകൾ കയറി വരാൻ കഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ പാരമ്പര്യമൊക്കെ ഉള്ളവർ പെട്ടെന്ന് കയറിപ്പോരും. പക്ഷേ അഗസ്റ്റിൻ ഭാഗവതർ ഒരിക്കലും മകന് വേണ്ടി വാദിച്ചിരുന്നില്ല. ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു.
വലിയ നല്ല സ്ഥിതിയിലൊക്കെ ജീവിച്ചിരുന്നതാണ്. പക്ഷെ അവസാന കാലമായപ്പോൾ ആരും തന്നെ അദ്ദേഹത്തെ സഹായിച്ചില്ല. അഗസ്റ്റിൻ ഭാഗവതർ വല്ലാതെ കഷ്ടപ്പെട്ടാണ്, ദാരിദ്ര്യത്തിൽപ്പെട്ടാണ് മരിച്ചത്. വരുമാനമൊന്നുമില്ല, ഒപ്പം വരാനും കഴിയില്ല. എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചിക്കും സങ്കടമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത്. യേശുദാസ് ജനിച്ചതും ഫോർട്ട് കൊച്ചിയിലാണ്. തങ്ങളുടെ ബാപ്പ തൈക്കാവു തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു. പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആദ്യത്തെ യാത്രയാണ് പാടാനായി. കയ്യിൽ ഒരു കാശില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പിറുപിറുക്കുന്നതെന്നായി മത്തായി ചേട്ടൻ. അല്ലേ, ഒന്നുമില്ല, എങ്ങനെ പോവും, വണ്ടിക്കൂലി വേണ്ടേ? കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം മത്തായി ചേട്ടൻ അത്ര രസമല്ലാത്ത ശബ്ദത്തിൽ ചോദിച്ചു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 16 രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു. പുറമേ മാത്രമാണ് ആ പരുക്കൻ പ്രകൃതം ഉണ്ടായിരുന്നത്, ഉള്ളു വളരെ സുന്ദരമായിരുന്നു. അതുകൊണ്ടാണ് 16 രൂപ എടുത്ത് ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്തത്. തിരിച്ചു കിട്ടും എന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ അദ്ദേഹം അത് തന്നു. അതാണ് പാടി വീടാത്ത കടങ്ങളിലെ ആദ്യത്തെ കടം. അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിൽ ഒരാൾ തന്ന സമ്മാനമാണത്. നമുക്കൊരിക്കലും അത് മനസ്സിൽ സൂക്ഷിക്കാനേ സാധിക്കും. അല്ലെങ്കിൽ എത്ര കൊടുത്താലും അതിന് പകരമാവില്ല. അതുകൊണ്ടാണ് ആ കടം നമുക്ക് തീർക്കാൻ പറ്റില്ല. തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത്. 11 രൂപയായിരുന്നു ടിക്കറ്റിനെന്നാണ് ഓർമ്മ. എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല. മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു. ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി. മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കി. മൈലാപ്പൂരിൽ ഒരമ്മാവിൻ്റെ വീട്ടിൽ താമസം. അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടു. എന്തൊരു കഷ്ടം നോക്ക്. തീരുമാനിച്ച ദിവസം പാടാൻ പോയില്ല. ശരിക്കും പറഞ്ഞാൽ പാടേണ്ട പാട്ട് ഏതായിരുന്നു? കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് പാടാൻ നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് പൈസയൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് എറണാകുളത്ത് നിന്ന് മദ്രാസിലേക്ക് ആരുടെയൊക്കെയോ സഹായത്താൽ വണ്ടി കയറി പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പനി പിടിച്ചു. ആ പാട്ട്, മെയിൻ പാട്ട് പാടാൻ സാധിച്ചില്ല. ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചിലിൻ്റെ ദിവസങ്ങൾ. ഒടുവിൽ എന്നെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ MP ശ്രീനിവാസൻ സാർ 4 വരി പാടിച്ചത്. അതാണ് നമ്മൾ നേരത്തെ കേട്ട ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. ആ വരികൾ പിന്നെ ഒരാൾ ഇവിടം വരെ വന്നു, അയാൾ വെറുതെ മടക്കി അയക്കണേ എങ്ങനെയാ എന്ന് വിചാരിച്ചിട്ട് ആ 4 വരി പാടിച്ചതാണ്. അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് എത്തിയിരുന്ന പാട്ട് പാടാൻ കഴിഞ്ഞില്ല, പനി പിടിച്ചു. അപ്പോൾ ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലയ്ക്കാണ് ആ 4 വരി പാടിച്ചത്. യേശുദാസിൻ്റെ ആദ്യത്തെ പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ പഠിച്ച് പാടാനായി. അത്ര എളുപ്പമുള്ള 4 വരി അല്ല അല്ലേ? ഉച്ചാരണത്തിനൊക്കെ ഇത്തിരി ശ്രദ്ധ വേണ്ടതാണ്. എങ്കിലും പെട്ടെന്ന് പഠിച്ച ആ 4 വരി പാടി. റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് MBS തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് 10 വർഷം കഴിഞ്ഞ് പറയാം എന്നായിരുന്നു. അതാണ് അങ്ങനെ പറഞ്ഞത്. MP ശ്രീനിവാസൻ ചോദിച്ചു പാട്ടെങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് 10 കൊല്ലം കഴിഞ്ഞ് പറയാം എന്നാണ്. ആദ്യ പാട്ടിലൊന്നും ആരെയും അളക്കാനാവില്ല, ആരെയും വിലയിരുത്താനും പറ്റില്ല. 10 കൊല്ലം കഴിഞ്ഞാൽ പറയാം ഇയാളൊരു പാട്ടുകാരനാവുമോ ഇല്ലയോ എന്ന്. പക്ഷേ യേശുദാസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആദ്യ പാട്ടിൽ തന്നെ, അല്ലെങ്കിൽ 1-2 പാട്ടുകളിൽ തന്നെ അദ്ദേഹം പരക്കെ അംഗീകരിക്കപ്പെട്ടു. 25 സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് 25 തവണയും 8 തവണ ദേശീയ തലത്തിൽ ഭാരത സർക്കാരിൻ്റെ മികച്ച ഗായകൻ എന്നുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റു ഭാഷകളിലും ബഹുമതികൾ, അവാർഡുകൾ, പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഒരായുസ്സിൽ നേടാവുന്ന ബഹുമതികളെല്ലാം, നക്ഷത്ര തിളക്കങ്ങളെല്ലാം സ്വന്തമാക്കിയ അനുഗ്രഹീത പ്രതിഭയാണ് യേശുദാസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ശരിക്കും ഒരു ഗന്ധർവനാണ്. അപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് പറയാം എന്ന് കോടീശ്വര റാവു പറഞ്ഞത്, ഈ മനുഷ്യൻ അത്രയും കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പേ പാട്ടുകാരനായി, ഇപ്പോഴും പതിറ്റാണ്ടുകളായി സംഗീത ലോകത്ത് ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു, പകരക്കാരനില്ലാതെ. പല ഭാഷകളിലും അദ്ദേഹം പാടി. ഭാരതീയ ഭാഷകളിലെല്ലാം തന്നെ 1-2 കൊങ്കിണി പോലെ 1-2 ഭാഷകൾ ഒഴികെ മറ്റെല്ലാ ഭാഷകളിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിക്കുകയും സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്.
പിന്നെ ഒരു അനുഭവം, ഹൃദയഭേദകമായൊരു അനുഭവം പറയുന്നുണ്ട്. അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടി 800 രൂപ തന്ന് സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ്. അല്ലേ? പി ഭാസ്കരൻ സിനിമാ സംവിധായകൻ, അതിനേക്കാളൊക്കെ ഉപരി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ, കവിയാണ് പി ഭാസ്കരൻ. നീലക്കുയിൽ എന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു ചിത്രം, ദേശീയ അവാർഡിനൊക്കെ അർഹമായൊരു ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആളാണ് പി ഭാസ്കരൻ. അപ്പം അദ്ദേഹം അന്ന് നൽകിയ 800 രൂപ മത്തായി 16 രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത്. അന്ന് യേശുദാസ് പാട്ടുകാരനായി പേരെടുത്തിട്ടില്ല. ഇയാൾ രക്ഷപ്പെടുമോ, ആ പണം തിരിച്ചു കിട്ടുമോ എന്നും അറിയില്ലെങ്കിലും പി ഭാസ്കരൻ ആ പൈസ കൊടുത്തു. അതും ഒരു പാടി വീടാത്ത കടമാണ്. ആ 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് എന്നാണ്. അതൊരിക്കലും കൊടുത്തു തീർക്കാനാവില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ സഹായിച്ചതാണ്, സ്നേഹത്തോടെ തന്നതാണ്, ഉപാധികളില്ലാതെ നൽകിയതാണ്. എത്ര തിരിച്ചു കൊടുത്താലും അതിന് പകരമാകില്ല. അതൊരു സ്നേഹവും കരുതലുമാണ്. അല്ലേ? പലപ്പോഴും അങ്ങനെ കിട്ടുന്ന സമ്മാനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ, ജീവൻ്റെ വിലയുള്ള സമ്മാനങ്ങളാണത്, സഹായങ്ങളാണത്. ഒരു കൈ, ഒരു താഴെ വീണ് മരിക്കാൻ പോകുന്ന ഒരുത്തിന് കൊടുക്കുന്ന ഒരു കൈ പോലെയാണ് അത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കത് കൊടുത്തു തീർക്കാൻ കഴിയില്ല എന്നാണ്. അദ്ദേഹം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കടങ്ങളാണ്. അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു. അപ്പച്ചൻ ഇത്രയും നല്ല രീതിയിലൊക്കെ ജീവിച്ചിട്ടും അവസാനം കഷ്ടപ്പെട്ടത് പൈസയോട് കൃത്യതയില്ലാതിരുന്നതുകൊണ്ടാണ്, എല്ലാവരെയും സഹായിച്ചു പോയതുകൊണ്ടാണ്. മാത്രമല്ല, പ്രതിഫലം, ജോലി ചെയ്യുന്നതിന് പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് അപ്പൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. അത് ചെയ്യാതിരുന്നതുകൊണ്ടാണ് അപ്പച്ചന് വിഷമിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചില്ല എന്നാണ്. ധൂർത്ത്, ഒരിക്കലും ഞാൻ ധൂർത്ത് നടത്തിയില്ല. കാരണം പൈസയുടെ വിലയറിയാം, ചെറുപ്പം മുതലേ പൈസയുടെ വില അറിയാവുന്നത് കൊണ്ട് പൈസ സൂക്ഷിച്ചാണ് ചിലവാക്കിയിരുന്നത്. പൈസയുടെ വില അറിയാത്തവരാണ് അത് തോന്നിയ പോലെ ധൂർത്തടിക്കുന്നത്. പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളും വേറെയുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞെങ്കിലും പൈസ വാങ്ങാതെ പാടുന്ന ഇടങ്ങളും ഉണ്ട്. പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം. അതാണ് പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാട്ടിൻ്റെ പൈസയേക്കാൾ ആ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ഒരു ആനന്ദാനുഭൂതി, മനസ്സിന് കിട്ടുന്ന ആ സന്തോഷം, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അത് പണത്തേക്കാളൊക്കെ എത്രയോ വലുതാണ്. പണം വേണം, എങ്കിലും പണത്തേക്കാൾ വലുതാണ് മനസ്സ് തരുന്ന ആനന്ദം. അപ്പോൾ ഈ അഭിമുഖത്തിൽ നമ്മൾ യേശുദാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളറിയുന്ന യേശുദാസ്, ദാസേട്ടൻ, ഗാനഗന്ധർവൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം പണ്ടെങ്ങനെയായിരുന്നു, എത്രയോ കഷ്ടപ്പാടുകളിലൂടെയാണ്, എത്രയോ അണിയറകളിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം അരങ്ങിലേക്ക് എത്തിയത്. അല്ലേ? അപ്പച്ചൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ ആ ഒരു നിസ്സഹായ അവസ്ഥ, ഒരു വണ്ടിക്ക് പോകാൻ വണ്ടിക്കാശില്ലാത്ത അവസ്ഥ, അത്രയും സങ്കടപ്പെടുത്തുന്ന ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ വലിയ ആകാശഗോപുരത്തിലേക്ക് യേശുദാസ് നടന്നു കയറി. ആ ജീവിതം ഒരു മാതൃകയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ചെറിയ ചെറിയ സങ്കടങ്ങൾ, അതിനെ അതിജീവിച്ചാൽ നമുക്കും ഇതുപോലെ കയറിപ്പോകാം എന്നുള്ള വലിയ മാതൃകയാണ് യേശുദാസിൻ്റെ ജീവിതം പകർന്നു വയ്ക്കുന്നത്. അതാണ്, കഴിവുണ്ടെങ്കിൽ അംഗീകരിക്കപ്പെടും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ശാശ്വതമല്ല, അത് മാറിപ്പോകുമെന്ന വലിയ പ്രത്യാശയാണ് ഈ ഇൻ്റർവ്യൂ തരുന്നത്. 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. 2 കടങ്ങൾ ഏതെല്ലാമാണ്? ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? പരസ്പരം പങ്കുവയ്ക്കൂ. 2 കടങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പറഞ്ഞു, മദ്രാസിലേക്ക് പോകാൻ, ട്രെയിനിന് പോകാൻ കാശില്ലാതെ ആരുടെയൊക്കെയോ സഹായത്താൽ മത്തായിയാണ് ടാക്സി ഡ്രൈവറായി വന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോയത്. അതിനിടയ്ക്ക് കൂട്ടുകാരനോട് സംസാരിക്കുന്നത് കേട്ട് മത്തായി ചോദിച്ചു, എന്തായി പിറുപിറുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, വണ്ടിക്കാശില്ല. അപ്പോൾ അയാൾ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു, ഇനി അതും ഞാൻ തരണോ? പക്ഷേ എങ്കിലും അവിടെ ഇറങ്ങിയപ്പോൾ ആവശ്യമായ പൈസ കൊടുത്തു. പിന്നെ മറ്റൊന്ന്, അപ്പച്ചൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടാൻ അവിടെ ബില്ല് അടയ്ക്കണം, പൈസയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ, ഗതികെട്ട അവസ്ഥയിൽ പി ഭാസ്കരൻ മാഷാണ് ഒന്നും നോക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ പൈസ കൊടുത്തത്. ആ 2 കടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ പാഠങ്ങളായി എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലും അത്തരം മറ്റുള്ളവരുടെ സ്നേഹമുണ്ട്, നമ്മൾ കൊടുത്തു തീർക്കാൻ പറ്റാത്ത, അല്ലേ? മറ്റുള്ളവരോട് കൊടുത്തു തീർക്കാൻ പറ്റാത്ത ചില കടപ്പാടുകളുണ്ട്, ചില സ്നേഹങ്ങളുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് നേരെ നീളുന്ന ചില ഉപകാരത്തിൻ്റെ കൈകളുണ്ട്, നന്മയുടെ, കരുണയുടെ കൈകളുണ്ട്. അതൊരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയിൽ കിട്ടുന്ന കൈത്താങ്ങുകളാണത്. അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്ര ശ്രേഷ്ഠമായ ഭാഗ്യങ്ങളാണ്. ഗാനാലാപനം. യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ? അങ്ങനെ പറയാനേ പറ്റില്ല, അല്ലേ? എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ്.
ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക. ക്ലാസ്സിൽ സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക. എന്ത് രസമായിരിക്കും. ക്ലാസ് മുറികളൊക്കെ സജീവമാക്കാൻ സഹായിക്കാം. സ്വാഭിപ്രായം വ്യക്തമാക്കാം. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട്. പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വാഭിപ്രായം വ്യക്തമാക്കുക. യേശുദാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പച്ചൻ എന്ന് അദ്ദേഹം എത്രയോ സ്നേഹത്തോടെ 2 തവണ എൻ്റെ അപ്പച്ചൻ, അഗസ്ത്യൻ ഭാഗവതർ മകനെ സംഗീതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി. ആ ഒരു അതിശക്തമായൊരു സ്വാധീനം. മറ്റൊന്ന്, ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥകളിൽ സഹായിച്ച കൂട്ടുകാർ. ആ കൂട്ടുകാരെ കുറിച്ചുണ്ട്, പൈസ കൊടുത്ത ആളുകളെ കുറിച്ചുണ്ട് അല്ലേ. ഒരു പാട്ട് പാടാൻ കഴിയാതെ പനി പിടിച്ച് അവശതയായി കിടന്ന് തിരിച്ചു പോന്നപ്പോൾ സാരമില്ല, അതിൻ്റെ ഒരു 4 വരിയെങ്കിലും പാടിച്ചിട്ട് വെറും കൈയോടെ വിടുന്നത് എങ്ങനെ എന്ന് ചോദിച്ച് ഗുരുവിൻ്റെ പാട്ട് പാടിച്ച എം.പി. ശ്രീനിവാസൻ. അങ്ങനെ ജീവിതത്തിൽ ഇതുപോലെ പലരും സഹായിച്ചിട്ടുണ്ട്. ആ പലരുടെയും സഹായമാണ് ഓരോ കലാകാരൻ്റെയും ജീവിതത്തിന് താങ്ങാവുക. അത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും നേടാനാവില്ല. ഒറ്റയ്ക്ക് ഒരാൾക്ക് വഴിവെട്ടി തെളിച്ചു പോരാൻ പറ്റില്ല. മറ്റുള്ളവരുടെ സഹായത്താലും പിന്തുണയാലും മാത്രമേ നീങ്ങാനാവൂ. അപ്പച്ചനെ വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ഇതിനെ 2 വാക്യങ്ങളാക്കാനാണ്. അർത്ഥം മാറിപ്പോകരുത് വാക്യമാക്കുമ്പോൾ. അർത്ഥം അത് തന്നെയായിരിക്കണം. എങ്ങനെയാണ് നമുക്കിത് 2 വാക്യമാക്കുക? അപ്പച്ചനെ വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ഒരു വാക്യം അത്രയേ ഉള്ളൂ. അടുത്തതോ, ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അടുത്ത വാക്യം. ഇനി അത് ചേർത്ത് പറയുമ്പോൾ ഒരു എങ്കിലും കൂടി നമ്മൾ ചേർക്കുന്നു. അതുപോലെയാണ് വാക്യങ്ങൾ 2 വാക്യങ്ങളാക്കാൻ. അതിൻ്റെ അർത്ഥം മാറാതെ ഘടന മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയാം, എളുപ്പമുള്ളത്. കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്തു. എങ്ങനെ 2 വാക്യമാക്കുക? കുട്ടികൾ കളിച്ചു, കുട്ടികൾ ചിരിച്ചു. അമ്മ കഥ പറഞ്ഞു തന്നതിന് ശേഷം കുട്ടിയെ ഉറക്കി. അമ്മ കഥ പറഞ്ഞു തന്നു, കുട്ടിയെ ഉറക്കി. ശേഷം കുട്ടിയെ ഉറക്കി. ഉണ്ട്. അപ്പോൾ നമുക്ക് ചേർത്ത് പറയാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. കലാകാരന്മാരുമായി അഭിമുഖം നടത്തിയിട്ട്, ഇപ്പോൾ ഇവിടെ അനീഷ് നായർ യേശുദാസുമായി അഭിമുഖം നടത്തിയിട്ടാണ് ആ യേശുദാസിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കലാപ്രവർത്തകരുമായി, ചെറിയ ചെറിയ കലാപ്രവർത്തകരുണ്ടാവും. എങ്ങനെയാണ് അവർ കലാകാരന്മാരായത്? എങ്ങനെയാണ് അവർ ഇവിടം വരെ എത്തിയത്? അവരുടെ ജീവിതരേഖ, കലാരംഗത്തെ ജീവിതരേഖ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവചരിത്രം, അവരുടെ സംഭാവനകൾ, അവർ ഏത് മേഖലയിലാണ് കലാരംഗത്ത് പ്രവർത്തിച്ചത്, എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ, ഇതൊക്കെ ശേഖരിച്ച് ജീവചരിത്രക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കേണ്ട ഡിജിറ്റൽ മാധ്യമത്തിൽ IT ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്യുകയും അങ്ങനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ യേശുദാസിൻ്റെ പാടി വീടാത്ത കടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ആ കടങ്ങൾ ഒരിക്കലും യേശുദാസിന് മടക്കി നൽകാനാവില്ല. നമ്മുടെ ജീവിതത്തിലും ഇത്തരം കടങ്ങളുണ്ടാകും. മറ്റുള്ളവരുടെ സ്നേഹം, കരുണ, കരുതൽ, നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കിട്ടുന്ന ഒരു കൈ സഹായം, അതൊക്കെ ജീവിതത്തിലെ വലിയ വെളിച്ചമായി, നന്മയായി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ആണ്.